ഹേ ഗായ്സ്, വെൽക്കം ടു GJverse. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം കളങ്കാവലാണ്. മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി നായകനാണോ വില്ലനാണോ എന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക. ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭ്രമയുഗത്തിൽ മമ്മൂട്ടി ചെയ്തു വെച്ചൊരു ചാത്തൻ സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു സൈക്കിക് കൈൻഡ് ഓഫ് ഒരു കില്ലർ, ഒരു സൈക്കോ അങ്ങനെ തന്നെ നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ വളരെ സട്ടിലായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ സൈക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ജോക്കറിനെ അനുകരിച്ചിട്ട് എന്നിട്ടുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് കാണുക. പക്ഷെ കളങ്കാവലിലോട്ട് വരുമ്പോൾ മമ്മൂട്ടി പ്ലേ ചെയ്തിരിക്കുന്ന സൈക്കോ നമ്മളെ എല്ലാവരെയും പോലെ വളരെ സാധാരണക്കാരനായിട്ട് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അയാളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ചിലപ്പോഴൊക്കെ ആ ഒരു സൈക്കിക് സ്വഭാവത്തിലേക്ക് പോകുന്നതും വഴുതി വീഴുന്നതൊക്കെയാണ് എൻ്റെ കഥ. ഞാനിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് സിനിമയുടെ തുടക്കം മാത്രമാണ്. പിന്നീട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നൊരു വേൾഡ് ഉണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ പേപ്പറിലൂടെ മാത്രമൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ലോകം, അങ്ങനത്തെ ഒരു സൈക്കോകളുടെ മാത്രമുള്ള ഒരു ലോകത്ത് ആ ഒരാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഇതിവൃത്തം. സോ ഇതിൽ നമ്മുടെ വിനായകനാണ് ഇതിൽ മെയിനായിട്ട് ലീഡായിട്ട് കേസ് അന്വേഷിക്കുന്ന പോലീസ് ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴത്തേക്ക് ആ കേസ് അന്വേഷണം പിന്നീട് ഒരു വലിയൊരു ചെയിൻ ഓഫ് കേസുകളിലേക്ക് അങ്ങ് പോവുകയാണ്. പല മിസ്സിങ് കേസുകളിലോട്ട് ഇങ്ങനെ പോയി പിന്നീടാണ് അവർ തിരിച്ചറിയുന്നത് എന്താണ് സംഭവമെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ആദ്യമേ തന്നെ നമുക്ക് എന്താ പറയുക, സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധ ഒരു ഐഡിയ കിട്ടും എന്താണ് നടക്കുന്ന പരിപാടി എന്നൊക്കെ. പക്ഷെ ഇന്റർവെല്ലിൽ എത്തുന്നതോടുകൂടി ഈ സിനിമയുടെ മൂഡ് കംപ്ലീറ്റ് അങ്ങ് സ്വിച്ച് ആവുകയാണ്. ഇന്റർവെല്ലിൽ വരെ നമുക്ക് ഓക്കെ, ഇനി ഇത് ഈ ഒരു പാറ്റേണിലായിരിക്കും പോവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇന്റർവെല്ലിൽ ഇത്രയും ഞെട്ടിക്കുന്ന ഒരു ഇന്റർവെല്ലിൽ അടുത്തിടയ്ക്ക് ഒന്നും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഞെട്ടിക്കുന്ന ഭയങ്കരമായിട്ടൊരു നമ്മൾ വണ്ടറടിച്ച് പോകുന്ന ഒരു ഇന്റർവെല്ലുണ്ട്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് സിനിമ വേറൊരു സ്റ്റൈൽ പിടിച്ചാണ് പോകുന്നത്. അതുവരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നീട് അതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ആ ഒരു സ്റ്റൈൽ പിടിച്ചാണ് പോകുന്നത്. സോ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു എനിക്ക് ആ ഒരു മൂഡ് കിക്കിനായി. ആ സിനിമ കണ്ടു തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടറിലോട്ട് ഞാനങ്ങ് കയറി. അതായത് എനിക്ക് ആ ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി ഇത് ഈ സംഭവം എന്തായിരിക്കും ഇദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ സാധനം കൊടുത്താൽ മതി, ബാക്കി ഇത് കൈ നിട്ടിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും. ആ ഒരു ലെവൽ പെർഫോമൻസ് ഒരു സിനിമ ത്രൂ ഔട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര രസം. ഞാനാണെങ്കിൽ ബേസിക്കലി തിരുവനന്തപുരത്തുകാരനാണ്. ഓക്കെ, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ തിരുവനന്തപുരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ വളരെ ലോക്കൽ സ്ലാങ്ങിലുള്ള ഭാഷകളും അവിടുത്തെ ചെറിയ പ്രയോഗങ്ങളും ഒക്കെ അറിയാം. മമ്മൂക്കയാണെങ്കിൽ മറ്റേ നമ്മുടെ രാജമാണിക്യത്തിൽ തിരുവനന്തപുരം ഭാഷയൊക്കെ യൂസ് ചെയ്തതാണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ തിരുവനന്തപുരം, നാഗർകോവിൽ ആ ഒരു ഏരിയയിൽ ഒരു തമിഴ്നാട് തമിഴ് ശിവ കലർന്നൊരു മലയാളവും പരിപാടികളും ഒക്കെ ആയിട്ട് ഈ എന്തിന് പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സമയത്ത് ഒരു സാധനം അരോചകമായി തോന്നാത്ത വിധമാണ് അദ്ദേഹം അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ഇതിനകത്ത് ഇപ്പോൾ പറയുന്ന പല സൈക്കോ കില്ലേഴ്സിൽ നിന്നും റെഫറൻസ് എടുത്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സയനൈഡ് മോഹനൻ മുതലായ ഒരുപാട് പേര് റിപ്പർ ചന്ദ്രൻ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ കേസാണെന്ന് പറയാൻ പറ്റില്ല. സോ ആ ഒരു ഇൻസ്പിറേഷൻ എടുത്തുണ്ടാക്കിയിരിക്കുന്ന ക്യാരക്ടറിന് മമ്മൂട്ടി കൊടുത്തിരിക്കുന്ന ഒരു ജീവനുണ്ട്, അത് അൺബിലീവബിൾ. ശരിക്കും പറയാമല്ലോ, ഇത്രയും നാൾ അദ്ദേഹം നമ്മളെന്താ പറയുക കുറേ പരാജയ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയുണ്ടല്ലോ, ഇതിൻ്റെ ഒരു കറക്റ്റ് ഈ ഒരു മീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. ഇതിങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ ഇതൊരു സ്ലോ പടമാണ്, വളരെ പതുക്കെ ഇങ്ങനെ ബേൺ ചെയ്ത് പോകുന്നൊരു ത്രില്ലറാണ്. പണ്ട് LA നോയർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട് റോക്ക് സ്റ്റാറിൻ്റെ. ആ ഒരു ഗെയിമിൽ തന്നെ ഒരു മിഷനുണ്ട്, ഒരു സൈക്കോ കില്ലറിനെ പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു മിഷൻ്റെ ഒരു വൈബുണ്ട്, അത് പിടിച്ചിങ്ങനെ പോകും. അതുപോലെ ഭയങ്കര രസമാണ്. വളരെ സ്ലോ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. അതിനിടയിൽ കൂടെ മമ്മൂട്ടിയുടെ ഒരു സൂക്ഷ്മാഭിനയത്തിലൂടെ കുറേ പരിപാടികൾ നമ്മളിലോട്ട് ഇങ്ങനെ കൺവേ ചെയ്ത് പിന്നീട് ആ ക്യാരക്ടറിൻ്റെ ഒരു റെവലേഷനൊക്കെ വരുമ്പോഴത്തേക്ക് ബ്രില്യൻറ്റ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് നടിമാർ വന്നു പോകുന്നുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സായിട്ട്. നമ്മൾ ആ ഒരു ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ മറ്റും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും നടിമാർക്കും തെറ്റില്ലാത്ത രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള സീനുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നത് എല്ലാവരെയും നമുക്കൊരു എന്താ പറയുക, ആരും ഒരു പെർഫെക്റ്റ് വൈറ്റ് ഓർ ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് എല്ലാം, ഇൻക്ലൂഡിങ് നടിമാരും നടന്മാരും എല്ലാവരും. അതിൽ ഇത്തിരിയെങ്കിലും ഒരു പെർഫെക്റ്റ് ക്യാരക്ടറായിട്ട് പറയാൻ പറ്റിയ വിനായകൻ്റെ ഒരു ക്യാരക്ടറാണ്.
വിനായകനിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ സിനിമ തുടങ്ങിയ ഒരു ഇന്റർവെൽ വരെ വിനായകന്റെ ക്യാരക്ടർ ഞാൻ വിചാരിച്ചു ഇതെന്ത് ഭയങ്കര ബലം പിടിച്ചുള്ള അഭിനയമാണ്. അതായത് പണ്ട് മറ്റേ പട എന്ന് പറഞ്ഞ സിനിമയിൽ വിനായകൻ അഭിനയിച്ചിരുന്നു ആ ഒരു സ്റ്റൈൽ തന്നെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു സ്റ്റൈലിലുള്ള ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ഈ സിനിമയുടെ തുടക്കത്തിലൊക്കെ. പക്ഷെ പിന്നീട് ഇന്റർവെൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്യാരക്ടറിന്റെ കുറച്ചുകൂടെ ഒരു വേറൊരു സംഭവം അങ്ങോട്ട് അഭിനയിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമുക്കത് നല്ലൊരു അഭിനയം നമുക്ക് കാണാൻ പറ്റും. സോ വിനായകനായാലും മമ്മൂക്കയായാലും രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് ആണ് ഈ സിനിമ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. മമ്മൂക്ക ഓരോ പ്രാവശ്യം സ്ക്രീനിൽ വരുമ്പോഴും നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും, അടുത്ത ഉടനെ വരണേ എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയ്ക്ക് ഒരു തോന്നിപ്പിക്കത്തക്ക വിധം ഡയറക്ട് ചെയ്ത് വെച്ച ഈ ജിതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ഹിം. അടിപൊളിയായിട്ട് ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി ലൈന് അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ഭയങ്കരമായിട്ടൊന്നും കാണിക്കാതെ. ഉദാഹരണത്തിന് നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, മിക്ക സൈക്കോ സിനിമകളിലും സൈക്കോയ്ക്ക് ഒരു ന്യായീകരണം കൊടുക്കും. ഇന്ന കാര്യങ്ങൾ കുട്ടിക്കാലത്തുണ്ടായതുകൊണ്ടാണ് അവൻ സൈക്കോ ആയത്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ന്യായീകരണമോ ഒരു ബാക്ക് സ്റ്റോറി കാണിച്ചുള്ള വെറുപ്പിക്കലോ ഒരു പരിപാടിയില്ല. വളരെ മൈന്യൂട്ടായിട്ടൊരു സാധനമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു സാരത്തിൽ കൂടി ഇത് കാണിച്ചു തരിക എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ആയി മാറി. അതായത് നമ്മൾ നിസ്സാരം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് വിനായകൻ പറയുന്നൊരു ചെറിയൊരു സിമ്പിൾ സാമ്പിൾ സ്റ്റോറി ഉണ്ട്. അതായത് വിനായകന്റെ വീട്ടിൽ ഭയങ്കര എലിശല്യം, വിനായകന്റെ ക്യാരക്ടറിന്റെ വീട്ടിൽ ഭയങ്കര എലിശല്യം വരുമ്പോഴത്തേക്കും അതിനെ സ്ഥിരമായി കൊന്നുകൊണ്ട് പിന്നെ എലിയെ കൊല്ലാതാകുമ്പോൾ ഒരു അസ്വസ്ഥത, ആ ഒരു അസ്വസ്ഥത പിന്നീട് ആക്ച്വലി മനസ്സിലായി അത് അനാവശ്യമാണെന്നത്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ചില സൈക്കോസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ പിന്നെ മിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നീട് അതൊരു തരത്തിലുള്ള സൈക്കോസിൽ നിന്ന് എലിയിൽ നിൽക്കാതെ മനുഷ്യനിലേക്ക് പോകും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭയങ്കര എന്താ പറയുക ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ് മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിനായകന്റെ ക്യാരക്ടറും. പലപ്പോഴും എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലൊന്ന് ആഗ്രഹിച്ചു പോയി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒന്നിച്ച് ചെയ്യിപ്പിക്കാവുന്ന സിനിമയായിരുന്നു. അതായത് മമ്മൂട്ടി ഈ ഒരു സൈക്കോ ക്യാരക്ടറും സുരേഷ് ഗോപി പോലീസിന്റെ ക്യാരക്ടറും ആയിരുന്നെങ്കിലും ശരിക്കും ഈ സിനിമ ഈ ഒരു മാർക്കറ്റൊന്നുമല്ല, ഭയങ്കര ഒരു ഹൈ ലെവലിലോട്ട് പോയാണ് ഈ സിനിമ. കാരണം രണ്ടുപേർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നേ, ആ നായകനായാലും വില്ലനായാലും രണ്ടുപേർക്കും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു രണ്ടുപേരുടെ ഒരു എൻഗേജിങ് സാധനം കാണാമായിരുന്നു. ബട്ട് എനിവേസ് ഇവർ രണ്ടുപേരും ആണെങ്കിലും സംഭവം എന്തായാലും കളറായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്, ഭയങ്കര ഭയങ്കര സിനിമ അയ്യോ കണ്ടിട്ടില്ല അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു അതുല്യ ആ ഒരു നടൻ്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമ ത്രൂ ഔട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഹൈ ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം കുറേ നാളായിട്ട് അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പല സിനിമകളിലും ന്യൂൻസസ് വന്ന് പോകുന്നുണ്ടെന്നല്ലാതെ ഒരു ത്രൂ ഔട്ട് ഒരു പടം മുഴുവൻ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ്. അതങ്ങോട്ട് മമ്മൂട്ടി അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാനൊരു മമ്മൂട്ടി ഫാനൊന്നുമല്ല, ഓപ്പണായിട്ട് പറയാമല്ലോ, ഞാൻ മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുറേ നാളായിട്ട് മലയാള സിനിമ മിസ് ചെയ്തിരുന്നൊരു മമ്മൂട്ടി, ആ മമ്മൂട്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരു അടിപൊളി, ഒന്നും പറയാനില്ല, ഇതൊരു ഹൈലി പോസിറ്റീവ് വരുന്ന ഒരു അഭിനയമാണ് മമ്മൂട്ടി കാഴ്ച വെച്ചിരിക്കുന്നത്. വിനായകനാണെങ്കിലും ഓക്കെ ആയിട്ട് നന്നായിട്ട് ആ ഒരു ഇതിൻ്റെ കൂടെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് മെയിൻ ആക്ടേഴ്സായിട്ട് ഒരുപാട് വരുന്നില്ല, പക്ഷെ അല്ലാതെ ഒരുപാട് നടിമാരും അല്ലാതെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും ഒക്കെ വരുന്ന സിനിമയാണ്. എല്ലാവരും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ഓക്കേഷ് ഒരു ക്ലൈമാക്സ് ഒക്കെ വന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പറയുന്നു, ഇന്റർവെല്ലിനെ വെല്ലുന്നൊരു ഹൈ ഈ സിനിമയിൽ വേറെ ഒരു മൊമെന്റിലും ഇല്ല. ഇന്റർവെല്ലാണ് കിട്ടില്ല. പിന്നെ ഓക്കെ, മൊത്തത്തിൽ എനിക്ക് നല്ലൊരു സിനിമയായിട്ട് തോന്നി. ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു 3.5 കൊടുക്കും. 3.5 കൊടുക്കാൻ കാര്യം പല സ്ഥലങ്ങളും ലാഗിങ് ഉണ്ട്. ആ ഒരു ലാഗ് എനിക്ക് അത് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ സിനിമയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിങ്ങനെ ആസ്വദിച്ചു പോകും. പക്ഷെ സാധാരണ പ്രേക്ഷകർ എല്ലാവർക്കും ഒരു പക്ഷേ അത് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പറയാണ്. അതുകൊണ്ട് മാത്രം ഒരു 3.5. പിന്നീട് ഇതിനകത്ത് മ്യൂസിക്കിൽ നമ്മുടെ തുടരുമ്പിൽ നിന്നൊരു ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. അതായത് ഈ തുടരുമ്പിൽ ജോർജ് സാർ വരുമ്പോഴത്തേക്ക് പാമ്പിൻ്റെ ഒരു ശബ്ദമുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മമ്മൂട്ടിക്ക് ആ ഒരു ശബ്ദത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻറ്റേഷൻ. സോ മൊത്തത്തിൽ വെൽക്കം ബാക്ക് മമ്മൂക്ക, വെൽക്കം ബാക്ക് ടു മലയാളം സിനിമ. കുറച്ച് നാളൊന്ന് മാറി നിന്നിട്ട് തിരിച്ചു വന്നത് ഒരു വമ്പൻ തിരിച്ചു വരവ് തന്നെയാണ്. പെർഫോമൻസ് വൈസ് നല്ല പെർഫോമൻസ് കാണാൻ പറ്റിയ, മമ്മൂട്ടിയുടെ പെർഫോമൻസ് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണിത്. കുറച്ച് ഡിസ്റ്റർബിംഗ് ഒക്കെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. നമുക്ക് മനസ്സിലിങ്ങനെ എന്തോന്നാ നടക്കണത്, ഒരു അസ്വസ്ഥത തോന്നും. കാരണം ഒരു സൈക്കോ കൈൻഡ് ഓഫ് മൂവിയാണ്. പക്ഷേ ആ ഒരു സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സിനിമയാണിത്. സോ നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക,
ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ ജിജെ സൈനിങ് ഓഫ്. ബൈ.